Can we go to the book of John? I'm really excited about the Gospel of John. യോഹന്നാന്റെ സുവിശേഷം നമുക്ക് നോക്കാം. എനിക്ക് വളരെ സന്തോഷത്തോടെയാണ് ഞാൻ ഇത് നോക്കുന്നത്. Because you see, it is a very special book. ഇതൊരു വളരെ നല്ല ഒരു പുസ്തകം തന്നെയാണ്. It's different from Matthew, Mark and Luke in so many different ways. ഈ യോഹന്നാന്റെ സുവിശേഷം മത്തായി, മർക്കോസ്, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു സുവിശേഷമാണ്. Let me give at least 5 things that we can see differently in this Gospel of John. ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ 5 വ്യത്യസ്തകൾ, ബാക്കി എല്ലാത്തിനെക്കാട്ടിലും 5 വ്യത്യസ്തതകളെങ്കിലും ഉണ്ട്. It's a book, number one, it's a book that reveals, gives a huge understanding of the message of Jesus, what he was saying. ഈ പുസ്തകം ബാക്കിയെല്ലാ പുസ്തകത്തിനെക്കാട്ടിലും, ബാക്കിയെല്ലാ സുവിശേഷങ്ങളെക്കാട്ടിലും കൂടുതലായിട്ട് യേശുക്രിസ്തു പറയുന്ന ആ സന്ദേശം, ആ ദൂത് എന്താണ് എന്ന് എടുത്തു പറയുന്ന ഒരു പുസ്തകമാണ്. Gives in great detail about what he is saying to his disciples, what he wants to say to the Jews is there in great detail. ഈ പുസ്തകത്തിനകത്ത് യേശു തന്റെ ശിഷ്യന്മാരോട് പറയുന്നത്, യഹൂദന്മാരോട് മാറ്റി പറയുന്നത്, അതൊക്കെ വളരെ വിസ്തരിച്ച് പറഞ്ഞു മനസ്സിലാക്കുന്ന ഒരു പുസ്തകമാണ്. I don't know how many of you have a red letter Bible with you. I don't know whether we have a red letter Bible in Malayalam, whether you even have a red letter Bible. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഈ ചുമന്ന അക്ഷരത്തിൽ ചുമന്ന കളറിൽ എഴുതിയിരിക്കുന്ന ബൈബിൾ ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഇംഗ്ലീഷിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കർത്താവ് സംസാരിക്കുന്ന വാക്യങ്ങൾ ചുമന്ന അക്ഷരത്തിനകത്ത് ഇതുണ്ട്. ചുമന്ന ചില ഇംഗ്ലീഷ് ബൈബിളിലുണ്ട് റെഡ് ലെറ്റർ. Something that he speaks, it is all in red. ചില ബൈബിൾസിനകത്ത് ഇങ്ങനെയാണ്, യേശു ക്രിസ്തു പറഞ്ഞ സുവിശേഷങ്ങളിൽ യേശു ക്രിസ്തു പറഞ്ഞ ഭാഗങ്ങളെല്ലാം ചുവന്ന അക്ഷരത്തിലാണ്. മലയാളത്തിൽ അങ്ങനെ ഉണ്ടോ? മലയാളത്തിൽ അങ്ങനെ ബൈബിൾ ഇറങ്ങിയിട്ടില്ല അല്ലേ? ഉണ്ടോ? യോ ബൈബിൾ യു ഹാവ്? അങ്ങനെ ബൈബിൾ ഞാൻ കണ്ടിട്ടില്ല മലയാളത്തിൽ. ഉണ്ടായിരിക്കും അല്ലേ? ഉണ്ടാകാൻ സാധ്യതയുണ്ട്. And in the book of John, in the Gospel of John, you would see most of it is in red because it is all about what Jesus is saying, it's sharing. ആ യോഹന്നാൻ സുവിശേഷത്തിൽ പൂർവശം വാക്കുകളും ചുമന്ന അക്ഷരത്തിലാണ് എഴുതിയിരിക്കുന്നത്. വെച്ചാൽ യേശു ക്രിസ്തു പറഞ്ഞ കാര്യങ്ങളാണ് അതിനകത്ത് കൂടുതലും പറഞ്ഞേക്കുന്നത്. Number 2 about the Gospel of John is this. യോഹന്നാന്റെ സുവിശേഷത്തെ കുറിച്ച് രണ്ടാമത്തെ കാര്യം, it shows how much he is wanting to show us about genuine faith. വാസ്തവമായ വിശ്വാസം എന്താണ് എന്ന് യേശുക്രിസ്തു അതിനകത്ത് കൂടുതലായിട്ട് ഊന്നി പറയാൻ ആഗ്രഹിച്ചു. And how he is trying to expose all kinds of false people who say they have faith and don't have genuine faith. എനിക്ക് വിശ്വാസമുണ്ട്, പക്ഷെങ്കിൽ ഉള്ളിൽ വാസ്തവമായ വിശ്വാസം ഇല്ല എന്നുള്ള ആ കള്ളം യേശുക്രിസ്തു അവിടെ തുറന്നു കാണിക്കുകയാണ്. Listen carefully, my dear friends. Listen carefully. ശ്രദ്ധിച്ചു കേൾക്കണേ. If there is no repentance that is coupled along with your faith, then it is not a genuine faith. നിങ്ങളുടെ വിശ്വാസത്തിന്റെ കൂടെ വാസ്തവമായ അനുതാപം ചേർന്ന് പോകുന്നില്ല എങ്കിൽ ആ വിശ്വാസം ശരിയായ വിശ്വാസമല്ല. You see, we don't have real good preaching and teaching these days. ഈ ദിവസങ്ങളിൽ നമുക്ക് നല്ല പഠിപ്പീരുകൾ കിട്ടാറില്ല. And that is why we always have a one-sided view of the gospel. അതുകൊണ്ട് ആ സുവിശേഷത്തിന്റെ ഒരു ഭാഗം മാത്രം കണ്ടുപോകുന്നു. But if you hear messages that are 10 or 50 100 years ago, ഒരു 90-100 വർഷങ്ങൾ മുമ്പേ ഉള്ള സന്ദേശങ്ങൾ, പ്രസംഗങ്ങൾ നിങ്ങൾ കേൾക്കുവാണെങ്കിൽ, everywhere when people preached about faith, they also preached equally on repentance. അവിടെ വിശ്വാസത്തെ കുറിച്ച് പ്രസംഗിക്കുവാണെങ്കിൽ അതിനോടൊപ്പം തന്നെ അനുതാപത്തെ കുറിച്ചും പ്രസംഗിക്കും. These two go together all the time. എപ്പോഴും നമ്മൾ കാണേണ്ടത് വിശ്വാസവും അനുതാപവും ഇത് ഒരുമിച്ച് പോകേണ്ട കാര്യങ്ങളാണ്. If you don't turn away from something, you are not turning towards God. നമ്മൾ ഒരു കാര്യത്തിൽ നിന്ന് തിരിഞ്ഞ് വന്നില്ല എങ്കിൽ ദൈവത്തിലോട്ട് തിരിയാൻ നമുക്ക് സാധിക്കത്തില്ല. നമ്മൾ ഈ ദിശയിലോട്ട് നമ്മൾ പോവാണെങ്കിൽ നമ്മൾ പോകുന്ന വഴി തന്നെ നമ്മൾ മുമ്പോട്ട് നീങ്ങിയിട്ട് നമ്മളിൽ വിശ്വാസമുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുന്നത് തെറ്റ്. But that is what sometimes we find out from the preaching today. പക്ഷെങ്കിൽ ഇന്ന്
നടക്കുന്ന പ്രസംഗത്തിൽ കൂടി അങ്ങനെയാണ് നമ്മളെ Just പഠിപ്പിക്കുന്നത്. believe in Jesus. ഓ യേശുവിൽ വിശ്വസിച്ചാൽ മതി, Just come to Him. യേശുവിനോ അടുത്തോട്ട് വന്നാൽ മതി. There is no message of turn from your ways. നിന്റെ വഴിയിൽ നിന്ന് തിരിയുക എന്നുള്ള സന്ദേശം ഇപ്പോ പറയാറില്ല. Turn from your wicked ways. നിന്റെ ദുഷ്ട വഴിയിൽ നിന്ന് തിരിഞ്ഞു വരണം. Because we all were wicked in our ways. നമ്മൾ എല്ലാവരും നമ്മുടെ സ്വന്തം വഴിയിൽ ദുഷ്ടരാണ്. We may think we were good. നമ്മൾ ചിന്തിക്കും നമ്മളിൽ നമ്മൾ നല്ലവരാണെന്ന്. But when we are self-centered, we are wicked. നമ്മൾ സ്വയം കേന്ദ്രീകരിച്ച വ്യക്തികളായിട്ട് ഉള്ള സ്വഭാവം നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മൾ ദുഷ്ടരാണ്. Because this is what Adam did to Eve about Eve. ആദാം ഹവ്വയെ കുറിച്ച് ഇത് തന്നെയാണ് പറഞ്ഞത്. This woman, she gave me that fruit, that is why I ate. ഈ സ്ത്രീ എനിക്ക് ആ പഴം തന്നതും കൊണ്ടാണ് ഞാൻ അത് കഴിച്ചത്. She was telling that he was telling the truth. He was telling ആദാം വിചാരിച്ചു ആദാം സത്യമാ പറയുന്നതെന്ന്. സത്യമല്ലേ പറഞ്ഞത്? സത്യമാണ്. He was telling the truth, but he did not realize that that was wickedness. ആദാം അന്നേരം സത്യം പറയുമായിരുന്നു, പക്ഷെ ആദാമിന് മനസ്സിലായില്ല ദുഷ്ടതയാ വിളിച്ചു പറയുന്നതെന്ന്. And we cover up our wickedness all our lives, my dear friends. സുഹൃത്തുക്കളെ, നമ്മൾ നമ്മളുടെ ദുഷ്ടത ജീവിതകാലം മുഴുവൻ ഇങ്ങനെ മൂടി മറച്ച് നടക്കും. As we study this book, you will be shocked to see how Jesus exposes all kinds of false faiths. ഈ യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവും യേശുക്രിസ്തു ഈ കപടമായ വിശ്വാസം യേശുക്രിസ്തു എങ്ങനെയാ തുറന്ന് കാണിക്കുന്നതെന്ന്. Number 3, we find the book of Gospel of John is this. മൂന്നാമത് യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് It shows how the miracles of Jesus are actually called signs. അവിടെ കാണിക്കുന്നത് യേശു ചെയ്ത അത്ഭുതങ്ങള് അതൊരു ചിഹ്നമാണ് എന്ന് നമ്മളെ കാണിക്കുന്നു. Only in the Gospel of John we find that the miracles of Jesus Christ are called signs. യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രമേ യേശു ചെയ്ത അത്ഭുതങ്ങള് ഒരു ചിഹ്നം, ഒരു ചൂണ്ടുപലകയായിട്ട് What is the meaning of sign? ഒരു ചൂണ്ടുപലക എന്ന് The പറയുമ്പോൾ sign always points to something else. ഒരു ചൂണ്ടുപലക ഒരു കാര്യത്തിലോട്ട് നമ്മളെ കാണിക്കുവാണ്, ചൂണ്ടിക്കാണിക്കുവാണ്. You have received your miracle does not mean you have seen the sign. നിങ്ങൾക്ക് നിങ്ങളുടെ അത്ഭുതങ്ങൾ ലഭിച്ചു, ആ ലഭിച്ചതും കൊണ്ട് ആ ചിഹ്നം കണ്ടു എന്ന് വരത്തില്ല. This is what Jesus Christ told the people who came to him after they ate the bread. ആ അപ്പം തിന്നതിന് ശേഷം, വയർ നിറഞ്ഞതിന് ശേഷം അവര് യേശുവിന്റെ അടുത്ത് മടങ്ങി വന്നപ്പോൾ യേശു അവരോട് ഇങ്ങനെയാണ് പറഞ്ഞത്. The next day morning they were searching for him. ആ അപ്പം തിന്ന് നിറഞ്ഞു കഴിഞ്ഞിട്ട് അടുത്ത ദിവസം രാവിലെ അവർ യേശുവിനെ They അന്വേഷിച്ചു. hired boats and went to the other side of the sea. അവര് വള്ളം വാടകയ്ക്ക് എടുത്ത് അവർ കടലിനപ്പുറം യേശുവിന്റെ അടുത്തോട്ട് കടന്നു ചെന്നു. Lord, where were you? We were searching for you. അവരിങ്ങനെയാ പറഞ്ഞത്, കർത്താവേ അങ്ങ് എവിടെയായിരുന്നു, ഞങ്ങൾ അങ്ങേ അന്വേഷിക്കുമായിരുന്നു. But this is what Christ told them, my dear friends. ക്രിസ്തു ഇങ്ങനെയാണ് അവരോട് പറഞ്ഞത്. You did not come because you saw the sign. നിങ്ങൾ ആ ചിഹ്നം കണ്ടത് കൊണ്ട്, അല്ലെങ്കിൽ അവർ നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിച്ച കാര്യം കണ്ടത് കൊണ്ടല്ല. You came because your stomach was filled and you wanted more bread. നിങ്ങൾ എന്റെ അടുത്തോട്ട് ഇപ്പം കടന്നു വന്ന് നിങ്ങളുടെ വയറ് നിറഞ്ഞു, ഇനിയും നിങ്ങൾക്ക് ഭക്ഷണം വേണം, അതുകൊണ്ട് Because you മാത്രം. think that I can give you bread. Yes, of course I can give you bread. നിങ്ങൾ ചിന്തിക്കുന്നു എനിക്ക് നിങ്ങൾക്ക് അപ്പം തരാൻ പറ്റുന്നു. തീർച്ചയാണ് അപ്പം തരാൻ പറ്റും എനിക്കൊണ്ട്. I don't know how many people here have seen the sign behind your miracles. നിങ്ങൾ ലഭിച്ച അടയാളങ്ങൾ, അത്ഭുതങ്ങളുടെ പിന്നാലെയുള്ള ആ ചിഹ്നം, ആ ചൂണ്ടുപലക നിങ്ങളിൽ എത്ര പേര് കണ്ടു? What was the sign that we see that he was trying to show through feeding the 5,000? ആ 5000 പേരെ അപ്പം കൊടുത്ത് പോഷിപ്പിച്ചതിന് ശേഷം അതിൽ കൂടി എന്ത് ചൂണ്ടുപലകയായിരുന്നു, എന്ത് കാണിക്കാനായിരുന്നു യേശു ആഗ്രഹിച്ചത്? He said to them like this. യേശു അവരോട് ഇങ്ങനെ പറഞ്ഞു, I am the bread of life. ഞാൻ ജീവന്റെ അപ്പമാകുന്നു. Yes, I give you bread to eat. ഞാൻ നിങ്ങൾക്ക്
നിങ്ങൾക്ക് കഴിക്കാൻ അപ്പം തരുന്നു. But please understand, the sign is that I am the bread. പക്ഷെങ്കിൽ ഇത് മനസ്സിലാക്കണം, ഞാൻ തന്നെയാണ് നിങ്ങളുടെ And ജീവന്റെ അപ്പം. he who eats of me will never hunger. എന്നെ ഭക്ഷിക്കുന്നവൻ ഇനിയും വിശക്കയില്ല. My dear friends, that is the difference. സുഹൃത്തുക്കളെ, അതാണ് Because you may be coming to church and always hungry for something. സഭയിൽ കടന്നു വരുമായിരിക്കും, പക്ഷെങ്കിൽ എപ്പോഴും എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയുള്ള വിശപ്പ് നിങ്ങൾ But can you കാണും. say true to yourself? Can you say, yes, I have found living bread and I am satisfied? പക്ഷെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ പറയാൻ പറ്റുമോ, ഞാൻ ജീവന്റെ അപ്പം കണ്ടു, ഞാൻ I don't want തൃപ്തിയുള്ളവളാണ്. to search for bread anymore. I have found the bread of life. എനിക്കിനി അപ്പം അന്വേഷിച്ച് പോകണ്ട, ഞാൻ ജീവന്റെ അപ്പത്തെ ഞാൻ കണ്ടു. It's not easy, my dear friends. It's not easy to see the sign. സുഹൃത്തുക്കളെ, ഈ ചിഹ്നം കാണാൻ അത്ര എളുപ്പമല്ല. In fact, very few really benefited from the miracles that he did. വാസ്തവം പറയട്ടെ, യേശുക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളിൽ കൂടി കുറച്ച് പേരെ അവര് നന്മ അനുഭവിച്ചുള്ളൂ, ശരിയായ നന്മ, നന്മ. ശരിയായ ഗുണം അനുഭവിച്ചിട്ടുള്ളൂ. Number 4 about the Gospel of John. ആ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 4ാമത്തെ വ്യത്യസ്തത It ഇതാണ്. reveals the heart of God towards hypocrisy and every false religion. എല്ലാ കപടഭക്തിയും എല്ലാ തെറ്റായ മതത്തിനെയും അതിന്റെ പിന്നാലെയുള്ള വാസ്തവം യേശുക്രിസ്തു അവിടെ തുറന്നു Right from കാണിക്കുവാണ്. the beginning in chapter 2. തുടക്കത്തിൽ തൊട്ട് തന്നെ 2ാം അധ്യായത്തിൽ തന്നെ. Someone can read for me in chapter 2 verse 22, 23 and 24. യോഹന്നാന്റെ സുവിശേഷം 2ാം അധ്യായം 22, 23, 24 വാക്യങ്ങൾ ഒന്ന് വായിക്കാമോ? 23, 24, 25, sorry. 23, 24, 24, 25. പെസഹ പെരുന്നാളിൽ യെരൂശലേമിൽ ഇരിക്കുമ്പോൾ അവൻ ചെയ്ത അടയാളങ്ങൾ കണ്ടിട്ട് പലരും അവന്റെ നാമത്തിൽ വിശ്വസിച്ചു. യേശുവോ എല്ലാവരെയും അറിയുക കൊണ്ട് തന്നെത്താൻ അവരുടെ പക്കൽ വിശ്വസിച്ചേൽപ്പിച്ചില്ല. മനുഷ്യനിലുള്ളത് എന്ത് എന്ന് സ്വതവേ അറിഞ്ഞിരിക്കയാൽ തനിക്ക് മനുഷ്യനെക്കുറിച്ച് യാതൊരുത്തൻ്റെയും സാക്ഷ്യം ആവശ്യമായിരുന്നില്ല. You may find it a bit confusing when you read this portion. ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമല്ല. Because you may say, well, of course, Jesus Christ came to save the whole world. He loves everyone and deeply in love with people. യേശുക്രിസ്തു ആൾക്കാരെ എത്രമാത്രം സ്നേഹിച്ചു. ആൾക്കാരെ സ്നേഹിച്ചതും കൊണ്ടല്ലേ യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നത്. In fact, it's true that yes, he does love everyone with great love. വാസ്തവമാണ്, എല്ലാവരെയും വാസ്തവമായിട്ടും വലിയ സ്നേഹത്താൽ യേശു സ്നേഹിക്കുന്നു. But what it says here is different. പക്ഷേ ഇവിടെ പറയുന്നത് വ്യത്യസ്തമായ ഒരു കാര്യമാണ്. Many began to believe in him. ഒത്തിരി പേര് യേശുവിനെ വിശ്വസിക്കാൻ തുടങ്ങിയപ്പോൾ, but he was not entrusting himself to them. In fact, he was not relating much to them. പക്ഷെങ്കില് യേശു തന്നെത്താൻ അവരുടെ കയ്യിലോട്ട് അവരുമായിട്ട് അധികം സംസർഗം പോയില്ല. Why? Because he knew how superficial their faith really was. കാരണം എന്തുവാ, അവരുടെ വിശ്വാസം എത്ര ഉപരിതലത്തിലുള്ളത് മാത്രമാണ് എന്ന് യേശുവിനും അറിയാമായിരുന്നു. Listen to a very important principle, my dear friends. ഈ വളരെ കാതലായ ഒരു തത്വം നിങ്ങൾ മനസ്സിലാക്കണം. If you don't give yourself more to Jesus, നിങ്ങൾ നിങ്ങളെ തന്നെ യേശുവിലോട്ട് കൂടുതൽ കൊടുത്തില്ല എങ്കിൽ, you will not be able to relate more to him because he will not relate himself to you more. നിങ്ങൾ നിങ്ങളെ തന്നെ യേശുവിന്റെ കയ്യിലോട്ട് കൂടുതൽ ഏൽപ്പിച്ചു കൊടുത്തില്ല എങ്കിൽ യേശു നിങ്ങളുമായിട്ടും അധികം ബന്ധപ്പെടത്തില്ല. കാരണം എന്തോ, നിങ്ങൾ അധികം ഏൽപ്പിച്ചു കൊടുക്കാത്തത് കൊണ്ട്. You may say, well, I am growing in God. നിങ്ങൾ പറഞ്ഞേക്കാം, പക്ഷെ ഞാൻ ദൈവത്തിൽ വളരുന്നുണ്ടല്ലോ. You may be deceiving yourself in saying you are growing in God. നിങ്ങൾ ദൈവത്തിൽ വളരുന്നുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ തന്നെ നിങ്ങളെ തന്നെ വഞ്ചിക്കുക. But the real growth is when you see more of Jesus. വാസ്തവമായിട്ടും വളർച്ച വരുന്നത് നിങ്ങൾ യേശുവിനെ കൂടുതലായിട്ട് കാണുമ്പോഴാണ്. ഹല്ലേലൂയ.
And if he doesn't relate to you, how can you grow in God? യേശു തന്നെത്താൻ നമുക്ക് വെളിപ്പെടുത്തി നമ്മളുമായിട്ട് കൂടുതൽ ബന്ധപ്പെട്ടില്ല എങ്കിൽ നമ്മൾ എങ്ങനെ യേശുവിനെ അറിയും? അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ യേശുവിൽ വളരും? Very important principle, my dear friends. വളരെ പ്രാധാന്യമുള്ള ഒരു തത്വമാണിത്. He was not entrusting himself to these people because he knew what was inside them. അവിടെ എഴുതിയിരിക്കുന്നത് ഈ മനുഷ്യരിൽ എന്താണെന്ന് യേശു അറിഞ്ഞിട്ട് തന്നെത്താൻ അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തില്ല When എന്നാണ്. God sees you today, when Christ sees your heart today, ഇന്ന് യേശു നമ്മളെ കണ്ട് നമ്മളുടെ ഹൃദയത്തിന്റെ അവസ്ഥ കാണുമ്പോൾ is he able to entrust himself more to you? യേശു നമ്മളുടെ അവസ്ഥ കണ്ടിട്ട് നമ്മളുടെ കയ്യിലോട്ട് തന്നെത്താൻ കൂടുതൽ ഏൽപ്പിച്ചു തരാൻ യേശുവിന് പറ്റുമോ? Almost at the end of his life, he took the towel and wrapped himself and began to wash the disciples' feet. യേശു ക്രിസ്തുവിൻ്റെ ഈ ഐകിക ജീവിതത്തിൻ്റെ അവസാനത്തെ സമയത്ത് യേശു തന്നെ എഴുന്നേറ്റ് ആ തോർത്ത് അരയിലോട്ട് കെട്ടി തൻ്റെ ശിഷ്യന്മാരുടെ കാല് കഴുകാൻ തുടങ്ങി. Why? എന്തും കൊണ്ട്? Because he could love them with all his heart. There was a deep relationship that he was building with them. എന്ന് വെച്ചാൽ ആ ശിഷ്യന്മാരുമായിട്ട് ഒരു ആഴത്തിലൊരു ബന്ധം യേശു വളർത്തിയെടുക്കുമായിരുന്നു. അതുകൊണ്ട് പൂർണ്ണമായിട്ടും യേശുവിന് ആ ശിഷ്യന്മാരെ സ്നേഹിക്കാൻ സാധിച്ചു. Peter said, "No, don't wash my feet, O Lord. I don't want you to wash my feet." പത്രോസ് പറഞ്ഞു, വേണ്ട എൻ്റെ കാല് നീ കഴുകരുത്. That's the beauty of a person who walks with God, my dear friends. ഒരു ദൈവത്തിൻ്റെ കൂടെ നടക്കുന്ന ഒരു വ്യക്തിയുടെ മനോഹരത്വം അതാണ്. He feels unworthy. Oh God, who am I? He asks, who am I to get so much blessing from you? അയോഗ്യത തന്നെ തോന്നും. ഞാൻ ആര്? കർത്താവേ, അങ്ങയിൽ നിന്നുള്ള ഈ അനുഗ്രഹം പ്രാപിക്കാൻ ഞാൻ എന്ത്? Isn't that what David said when he talked about what God gave him? ദാവീദിന് ദൈവം കൊടുത്ത കാര്യങ്ങളെ ഓർക്കുമ്പോൾ ദാവീദും ഇങ്ങനെയാ പറയുന്നത്. Who am I, oh God, that you should bless me like this? കർത്താവേ, അങ്ങ് എന്നെ അനുഗ്രഹിക്കാൻ ഞാൻ എന്ത്? I am just a shepherd boy. ഞാൻ ഒരു വെറും പൈതലല്ലായിരുന്നോ? Last one, number 5. അഞ്ചാമത്തെ വ്യത്യസ്തത, John does not contain any parables. ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഉപമയായിട്ടൊന്നും നമ്മൾ കാണുന്നില്ല. But it brings forth the 9 statements. I am, 9 times. പക്ഷെങ്കിൽ 9 പ്രാവശ്യം ഞാനാകുന്നു എന്ന് I am പ്രസ്താവിക്കുന്നു. the good shepherd. ഞാൻ നല്ല I ഇടയനാകുന്നു. am the door. ഞാൻ വാതിലാകുന്നു. In fact, there was one time he just stopped with this. Before Abraham was, I am. ഒരു പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞ് യേശു നിർത്തി. അബ്രഹാം ഉണ്ടാകുന്നതിന് മുമ്പേ ഞാൻ ആകുന്നു. What an amazing thing. ഹല്ലേലൂയ! എത്ര അതിശയമായ കാര്യമാണ്. ഹല്ലേലൂയ! Thank you, Father. Let's go to the chapter 9, please. യോഹന്നാന്റെ സുവിശേഷം 9-ാം I അധ്യായത്തിലോട്ട് hope we നമുക്ക് can go പോകാം. somewhere with the time that we have. നമുക്കുള്ള സമയത്തിൽ നമുക്ക് കുറച്ചെങ്കിലും മുമ്പോട്ട് നീങ്ങാമെന്ന് ഞാൻ കരുതുന്നു. Because you see, if you are a student of scripture, you will find every verse bringing forth something beautiful. നിങ്ങൾ വാസ്തവമായിട്ടും ദൈവവചനം പഠിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ വചനത്തിലെ ഓരോ വാക്കുകളും നിങ്ങൾക്ക് അർത്ഥവത്താകും. My dear friends, I plead with you this morning, all those of you who are watching in YouTube as well. ഇന്ന് സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളോട് യാചിക്കുവാണ് യൂട്യൂബിൽ കാണുന്ന സുഹൃത്തുക്കളോടും കൂടെയാണ് ഇത് If പറയുന്നത്. you are not interested in the word of God, you are in a very, very dangerous place. നിങ്ങൾ ദൈവവചനത്തിന് വേണ്ടി അതിനുവേണ്ടി നിങ്ങളെ തന്നെ ഒരുക്കുന്നില്ല, നിങ്ങൾ ഇൻട്രസ്റ്റ് ഇല്ല എങ്കിൽ നിങ്ങൾ വളരെ അപകടമായ ഒരു സ്ഥാനത്താണ്.
Because you are not eating what you are supposed to eat. അതിന്റെ കാരണം ഇതാണ്, നിങ്ങൾ ഭക്ഷിക്കേണ്ടിയ കാര്യങ്ങൾ നിങ്ങൾ ഭക്ഷിക്കാതെ പോകുന്നു. Now I know you may say, I don't have interest, Pastor. നിങ്ങൾ പറഞ്ഞേക്കാം, പാസ്റ്റർ എനിക്ക് വലിയ അതിനെക്കുറിച്ചുള്ള ഒരു ഇൻട്രസ്റ്റ്, ഒരു താല്പര്യം തോന്നാറില്ല My ദൈവവചനത്തെ question to കുറിച്ച്. you is, why is it so? ഞാൻ എന്റെ ചോദ്യം ഇതാണ് നിങ്ങളോട്, എന്തും കൊണ്ട് ദൈവവചനത്തിനു വേണ്ടി നിങ്ങൾക്ക് താല്പര്യം തോന്നുന്നില്ല? Because you see, his very name is called the Word of God. എന്തെന്ന് വെച്ചാല് അവന്റെ പേര് തന്നെ ദൈവവചനം. So if you say that you belong to Jesus, how can you ignore his word? They are the same. നിങ്ങൾ യേശുവിന്റെ വകയാണ്, യേശുവിന്റെ ആണ് എന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ വിശേഷിപ്പിക്കുവാണെങ്കിൽ എങ്ങനെ അവന്റെ വചനത്തെ നിങ്ങൾക്ക് സ്നേഹിക്കാതിരിക്കാൻ പറ്റും? എന്ന് വെച്ചാൽ അവൻ വചനമാകുന്നല്ലോ. Let me plead with you this morning. Please have your Bibles with you wherever you go. ഞാൻ നിങ്ങളോട് ഇന്ന് രാവിലെ അപേക്ഷിക്കുവാണ്, നിങ്ങൾ എവിടെ പോയാലും നിങ്ങളുടെ വേദപുസ്തകം നിങ്ങളുടെ കൂടെ If കാണണം. you're going for a journey, take your Bible with you. That is the most precious thing you can carry. നിങ്ങൾ എവിടെ പോയാലും, ഒരു യാത്ര പോയാലും നിങ്ങളുടെ വേദപുസ്തകം നിങ്ങൾ എടുത്തോണ്ട് തന്നെ പോണം. ഇത് ഏറ്റവും വിലയേറിയ കാര്യം This is തന്നെയാണ്. not just for the Sunday service or for your evening Bible study. ഇത് ഞായറാഴ്ച ആരാധനയ്ക്ക് വരുമ്പോഴോ വേണ്ടിയ സാധനമൊന്നും അത് മാത്രമല്ല, അല്ലാതെ വൈകുന്നേരം കുടുംബ പ്രാർത്ഥനയ്ക്കുള്ള സാധനവും This മാത്രവുമല്ല. is meant to be your life. ഇത് നമ്മളുടെ ജീവനായി മാറണം. Look at the first verse of John chapter 9. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യം നമുക്ക് നോക്കാം. വായിച്ചാട്ടെ. അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായൊരു മനുഷ്യനെ കണ്ടു. As he passed by. അവൻ കടന്നു പോയപ്പോൾ Most of us think that the disciples asked Jesus Christ, why is this man blind? That is how it began. നമ്മൾ ചിന്തിച്ചേക്കും, സാധാരണ എല്ലാവരും പറയുന്നത് ഈ ശിശു ഈ പയ്യൻ എങ്ങനെയാണ് അന്ധനായിട്ട് ജനിച്ചത്, എന്തിന് കാരണം എന്തുവാ, അങ്ങനെയാ തുടങ്ങുന്നതെന്ന് നമ്മൾ ശിഷ്യന്മാർ ചോദിച്ച ശേഷം അങ്ങനെ തുടങ്ങിയെന്നുള്ളത് നമ്മൾ ചിന്തിച്ചേക്കാം. We may think that it began when disciples asked him about the blind man. ഈ ശിഷ്യന്മാര് യേശുവിനോട് ഈ അന്ധനായവനെ കുറിച്ച് ചോദിച്ചാണ് കാര്യം തുടങ്ങുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. But that's not the way it begins, my dear friends. പക്ഷേ സുഹൃത്തുക്കളെ, അങ്ങനെയല്ല തുടങ്ങുന്നത്. As he passed by. അവിടെ എഴുതിയേക്കുന്നത് എങ്ങനെയാ തുടങ്ങുന്നത്? അവൻ കടന്നു പോയപ്പോൾ, he saw the man born blind. അവൻ കടന്നു പോയപ്പോൾ അന്ധനായി ജനിച്ച ഈ വ്യക്തിയെ കണ്ടു എന്ന് പറഞ്ഞു. It all begins with God seeing you one day. സുഹൃത്തുക്കളെ, ഇതെല്ലാം തുടങ്ങുന്നത് ദൈവം നിങ്ങളെ ഒരു ദിവസം കണ്ടതുകൊണ്ടാണ്. അദ്ദേഹം യേശു നിങ്ങളെ കണ്ടു. ഹല്ലേലൂയ. You were bloodied in your mother's womb, full of blood. നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെ ഉദരത്തില് ആ രക്തത്തിൽ കലങ്ങി വൃത്തിയില്ലാതെ ആ അവസ്ഥയിൽ ആയിരുന്നു. But he saw you there and he took you and he washed you. നമ്മൾ ആ വൃത്തികെട്ട അവസ്ഥയിൽ യേശു നമ്മളെ കണ്ട് നമ്മളെ ഏറ്റെടുത്ത് നമ്മളെ കഴുകി. Oh my dear friends, he saw. സുഹൃത്തുക്കളെ, അവൻ കണ്ടു. Hallelujah. Thank you, Lord. Thank you, Father. The question the disciples asked him is what we would all ask. That's how we are, isn't it? ആ ശിഷ്യന്മാര് ചോദിച്ച ചോദ്യം നമ്മൾ എല്ലാവരും ചോദിക്കും. നമ്മളും അതുപോലെ തന്നെയാണ്. Because we all want to know why this happened, why that happened. എന്താണെന്ന് വെച്ചാൽ നമ്മളും അറിയാൻ, ഇത് എന്തും കൊണ്ട് സംഭവിച്ചു, അതെന്തും കൊണ്ട് സംഭവിച്ചു, എല്ലാം അറിയാൻ നമ്മളെ we have no other questions to ask. ഇതല്ലാതെ വേറെ നമുക്ക് ചോദിക്കാൻ ചോദ്യമൊന്നുമില്ല. Why did I lose that? Why did that happen to him? Why did that happen to me? എനിക്ക് എന്താണ് നഷ്ടപ്പെട്ടത്, അതെന്തുകൊണ്ടാണ് എനിക്ക് സംഭവിച്ചത്, അതെന്തിനാ അവന് സംഭവിച്ചു, അതെന്തിനാ അങ്ങനെ, Why couldn't it happen to him? അതെന്തിനാ അവൻ അങ്ങനെ സംഭവിക്കാഞ്ഞത്?
This is how we all are, isn't it? ഇങ്ങനെയാണ് നമ്മൾ എല്ലാവരും അല്ലേ? But here we find Jesus Christ saying something else altogether. We would never even dream. ഇവിടെ തികച്ചും What he saw. വ്യത്യസ്തമായ നമ്മൾ സ്വപ്നം പോലും വിചാരിക്കാത്ത ഉത്തരമാണ് യേശു ക്രിസ്തു Because കൊടുക്കുന്നത്. he gave them only a part answer to their question. എന്തെന്ന് വെച്ചാല് അവര് ചോദ്യത്തിന്റെ ഒരു ഭാഗികമായ ഉത്തരം മാത്രമേ യേശുവിടെ He did not കൊടുത്തുള്ളൂ. give them the full answer. അവിടെ പൂർണ്ണമായ ഒരു ഉത്തരം യേശു കൊടുത്തില്ല. He said it is neither this man sinned nor his parents sinned. Next verse. അടുത്ത verse വാക്യത്തിൽ 3. ഇങ്ങനെ പറയുന്നത്, മൂന്നാമത്തെ വാക്യത്തിൽ ഇവൻ പാപം ചെയ്തില്ല, ഇവന്റെ മാതാപിതാക്കളും പാപം But he ചെയ്തില്ല. stopped there. പക്ഷെങ്കിൽ അത് അത്രമാത്രം പറഞ്ഞ യേശു Because നിർത്തി. that is not the most important thing for Jesus. അതിന്റെ കാരണം യേശുവിനെ സംബന്ധിച്ച് ഈ ചോദ്യത്തിന്റെ ഉത്തരമല്ല For വളരെ Jesus, the most കാതലായത്. important thing is purpose. യേശുവിനെ സംബന്ധിച്ച് ഉദ്ദേശ്യം, ആ ലക്ഷ്യം എന്താണ്, അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. There can be many reasons why we can fall sick. നമ്മൾ അസുഖം ബാധിച്ച് ആ ഒരു അവസ്ഥയിലാകാൻ പല കാരണങ്ങളാകാം. Recently, I wrote an article in the WhatsApp group. Some people were shocked. Pastor, are you saying that God sends sicknesses? ഞാൻ ഈ കഴിഞ്ഞ ദിവസം വാട്സപ്പ് ഗ്രൂപ്പിൽ, നമ്മുടെ ചർച്ച് ഗ്രൂപ്പിൽ ഒരു ആർട്ടിക്കിൾ എഴുതി. കുറച്ച് പേര് അന്തം വിട്ട് പാസ്റ്ററിനെ തിരിച്ചു വിളിച്ചിട്ട് ചോദിച്ചു, പാസ്റ്ററെ താങ്കൾ എന്തോ പറയുന്നത്, നമുക്ക് രോഗം വരാൻ പറ്റുമെന്നാണോ പറയുന്നത്? പറ്റുന്നല്ല, രോഗം ദൈവം അയക്കുന്നുണ്ടോന്ന്. Is God sending disease? ഞാൻ പറഞ്ഞു പിന്നെന്താ? അപ്പൊ അയ്യോ ഞാൻ ഞങ്ങളല്ലേ പഠിപ്പിച്ച, അങ്ങനെയല്ലല്ലോ. ഞാൻ പറഞ്ഞു ആരെ പഠിപ്പിച്ച? അല്ല നിങ്ങളല്ലേ പഠിപ്പിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ പഠിപ്പിച്ചില്ല. So they were asking, that it was taught, no, Pastor, that we will not get disease, God will not send diseases. സഹോദരന്മാരെ, ദൈവം രണ്ടുപേരെ കൊന്ന് താഴെ ഇട്ടെങ്കിൽ ദൈവത്തിന് അസുഖം തരാനായിട്ട് ഒരു പാടുമില്ല കേട്ടോ. Brothers, if God can kill two people in an instant, God can even give diseases. രണ്ടുപേര് പാപം ചെയ്ത് അവിടെ തന്നെ വീണ് മരിച്ചു. ആ സാത്താനാണ് അവരെ കൊന്നത്. Those two people sinned and they fell down and died. Who killed them? Did Satan kill them? ഓ, അപ്പോൾ ദൈവത്തിന് ആൾക്കാരെ കൊല്ലാം, പക്ഷെ ദൈവത്തിന് രോഗം കൊടുക്കാൻ പാടില്ല. Oh, God can kill people, but God is not supposed to give diseases. നിങ്ങളുടെ തിയോളജിക്കകത്ത് അതുണ്ടെങ്കിൽ എൻ്റെ തിയോളജിക്കകത്ത് ഇല്ല കേട്ടോ. That's a wrong theology that you are having. It's not there in my theology. Please. There's a whole chapter in the Deuteronomy where it talks about God sending sickness and curses. ആവർത്തന പുസ്തകത്തിൽ ഒരു അധ്യായം മുഴുവനുമുണ്ട് ദൈവം ശാപങ്ങളും രോഗങ്ങളും അയക്കുന്നതിനെ കുറിച്ച്. പക്ഷേ അത് പഴയ നിയമമാണ്. You may say, Pastor, that's Old Testament. പഴയ നിയമത്തിൽ ഞാൻ വാക്യം കാണിച്ചു തരാം. You want to see verses in New Testament? I don't want to go there because that is not the most important thing, my dear friends. ഞാനിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല എന്ന് വെച്ചാൽ അതല്ല കാതലായ കാര്യം. Important thing is what does God want to do in this situation? പക്ഷെങ്കിൽ വാസ്തവം കാതലായ കാര്യം എന്താ, ഈ സാഹചര്യത്തിൽ ദൈവം എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? What can God do in a situation like ഈ this? സാഹചര്യത്തിൽ ദൈവത്തിന് എന്ത് ചെയ്യാൻ പറ്റും? Because they couldn't even dream in their minds that Jesus Christ was wanting to perform an amazing miracle. അവിടെ യേശു ക്രിസ്തു ഒരു അത്ഭുതമായ അതിശയകരമായ ഒരു അത്ഭുതം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു. Look at verse 4. നാലാമത്തെ വാക്യം നോക്കാം. എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു, ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. Okay, very interesting. He says here, we must do the works of him who sent me. അവിടെ എഴുതിയിരിക്കുന്നത് നമ്മള് എന്നെ അയച്ചവന്റെ പ്രവൃത്തി ചെയ്യണമെന്ന്. This did not say, I must do the works of him who sent me. അവിടെ ഞാൻ എന്നെ അയച്ചവന്റെ പ്രവൃത്തി ചെയ്യണമെന്ന് അവിടെ അല്ല, അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. We must do the works of him who sent me. നമ്മള്
എന്നെ അയച്ചവന്റെ പ്രവൃത്തി ചെയ്യണമെന്ന്. What an important difference, my dear friends. അവിടെ ആ വ്യത്യാസം നിങ്ങൾ കാണുന്നുണ്ടോ? He wants to include us in all that God wants to do here on earth. ഈ ലോകത്തിൽ ദൈവം എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതിനകത്ത് നമ്മളെയും കൂടി ഉൾപ്പെടുത്താൻ യേശു Yes, it is. ആഗ്രഹിക്കുന്നു. God anointed Jesus. വാസ്തവമാ ദൈവം യേശുവിനെ അഭിഷേകം The ചെയ്തു. last chapter of the book of Matthew, this is what he says. മത്തായിയുടെ സുവിശേഷം അവസാനത്തെ അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, All authority has been given to me. സകല അധികാരവും എനിക്ക് തന്നിരിക്കുന്നു, Therefore go. അതുകൊണ്ട് പോകുക. He didn't say all has been given to us. He said it has been given to me. എല്ലാ അധികാരവും നമ്മൾക്ക് തന്നിരിക്കുന്നു അല്ല എനിക്ക് തന്നിരിക്കുന്നു എന്നാണ് അവിടെ യേശു പറയുന്നത്. Because he is including us in all that he wants to do. എന്ന് വെച്ചാൽ യേശു ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എല്ലാത്തിലും നമ്മളെയും കൂടി അങ്ങ് ഉൾപ്പെടുത്തുവാണ്. Let me add a word of caution here, my dear friends. ഇവിടെ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. It is not just about the miracles that God wants to include us. ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കാൻ മാത്രമല്ല ദൈവം നമ്മളെയും കൂടി ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. Because most of us may say, well, I don't have healing miracles, I don't have healing gifting, so how can I serve him? നമ്മൾ അധികം പേരും പറയും, ഓ എനിക്ക് അത്ഭുതങ്ങൾ വരങ്ങളില്ല, സൗഖ്യത്തിന്റെ വരമില്ല, പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? Because when he says we must do the works, what his meaning is, hey, there are so many things we can do along with Jesus. എന്നെ അയച്ചവന്റെ പ്രവൃത്തി നമ്മൾ ചെയ്യണമെന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിന്റെ കൂടെ അനേക പ്രവൃത്തികൾ നമുക്ക് ഈ ലോകത്തിൽ ചെയ്തെടുക്കാൻ പറ്റുമെന്നാണ്. You can go to a home and just sit with a sick person. That may be the work that God wants you to do in that situation. ഒരു ഭവനത്തിൽ ചെന്ന് ആ അതിനകത്ത് രോഗിയായി കിടക്കുന്ന ഒരു വ്യക്തിയുടെ കൂടെ കുറച്ചു നേരം ഇരിക്കുക, അതായിരിക്കും ആ പ്രവൃത്തി നിങ്ങളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. You may not even have boldness to pray for him, but your work may be just to go and be there and just encourage that person. പക്ഷേ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പോലുള്ള ധൈര്യം കാണത്തില്ല, പക്ഷെങ്കിൽ നിങ്ങളുടെ വേല ഒരു പക്ഷേ ഇതായിരിക്കും, പോയി ആ വ്യക്തിയുടെ കൂടെ അവിടെ കുറച്ചു നേരം ഇരുന്ന് അവനെ ഒന്ന് ആശ്വസിപ്പിച്ച് ഒന്ന് ധൈര്യപ്പെടുത്തുക. We must do the works, my dear friends. We must do the works. നമ്മൾ അയച്ചവന്റെ പ്രവൃത്തി ചെയ്യണം, നമ്മൾ പ്രവൃത്തി ചെയ്യണം. It's too hot outside, Pastor. ഓ പാസ്റ്ററെ, വെളിയിൽ എത്ര ചൂടാന്നറിയാമോ? It's too cold, Pastor. പാസ്റ്ററെ, എത്ര തണുപ്പാന്നറിയാമോ? My baby is crying all day. ഓ പാസ്റ്ററെ, എൻ്റെ കുഞ്ഞാണെങ്കിൽ രാവിലെ തൊട്ട് കരയാൻ തുടങ്ങും. My dear friends, the night is soon coming when we can no longer work. സുഹൃത്തുക്കളെ, രാത്രി വരുന്നു, വേഗം വരുന്നു. ആ സമയത്ത് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. Even today, I would say the night is getting much more darker. ഇന്ന് ഞാൻ പറയട്ടെ, ഇന്ന് നമ്മൾ നോക്കുമ്പോൾ രാത്രി കൂരിരുട്ടായിക്കൊണ്ടിരിക്കുന്നു. There was a time when you could take a tractor and go and visit a home. ഒരു സമയം ഉണ്ടായിരുന്നു, ഒരു ട്രാക്ടർ എടുത്തോണ്ട്, ഒരു സുവിശേഷത്തിന്റെ ലഘുലേഖ എടുത്തോണ്ട് ഒരു ഭവനത്തിൽ നമുക്ക് ധൈര്യമായിട്ട് കയറി ചെല്ലുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. Today you go take a tractor, the third house you reach, you will find some young men there saying, burn that tract right now. ഇന്ന് നമ്മൾ അങ്ങനെ ട്രാക്ടർ എടുത്തോണ്ട് പോകുമ്പോൾ മൂന്നാമത്തെ വീട്ടിനകത്തോട്ട് കയറുമ്പോഴത്തേക്ക് യുവാക്കളായ ചിലർ നമ്മുടെ എതിരെ വന്നിട്ട് അതിപ്പോ തന്നെ കത്തിച്ചു കളയണം എന്ന് പറയുന്ന ഒരു burn your Bible also along with that. We will not let you go without you burning your own Bible. അവര് ആ ട്രാക്ട് മാത്രമല്ല നമ്മളുടെ വേദപുസ്തകം കത്തിച്ചു കളയുന്ന ഒരു സമയമാ. You think the night is not getting darker? നിങ്ങൾ എന്താ വിചാരിക്കുന്നത്, രാത്രി കൂരിരുട്ടായി മാറുന്നില്ല എന്നാണോ? The fact that we couldn't go out of our homes for 10 months, was it not because of the darkness that is getting more deeper? നമ്മൾ നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് 10 മാസം വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ വന്നത്, ഇരുട്ട് അത് തിങ്ങി വരാത്തതും കൊണ്ടാണോ? അല്ലേ?
ഓ അത് കോവിഡ് പാസ്റ്റർ, അതിങ്ങ് മാറിക്കോളും. Oh, Pastor, it's okay. It's only COVID. No, it will go away. Please, my dear friends, the night is getting closer. സുഹൃത്തുക്കളെ, രാത്രി അടുത്ത് വരുന്നു. If only we could realize that we have a very short time to നമ്മൾ- work. നമ്മൾക്ക് പ്രവർത്തിക്കാൻ കുറച്ച് നേരം കൂടെ ഉള്ളൂ എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കിയായിരുന്നെങ്കിൽ. So I don't have time to go on, please. There's so much more down this, but I think I'll take one more sermon because there's so much there. ഈ അധ്യായത്തിൽ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ട് എല്ലാം ഇപ്പം പെട്ടെന്ന് പറഞ്ഞ് നിർത്തുന്നില്ല. ഒരു ദിവസം കൂടെ എടുത്ത് ഞാൻ പറയുന്നതായിരിക്കും. Because you see, we have to begin to see like Jesus Christ sees. യേശു ക്രിസ്തു കാണുന്നത് പോലെ നമ്മളും കണ്ടു തുടങ്ങേണ്ടതായിട്ടുണ്ട്. Oh, if only we could see like he sees. യേശു ക്രിസ്തു കാണുന്നത് പോലെ നമ്മളും ഒന്ന് കണ്ടായിരുന്നെങ്കിൽ. You know what he says to us? യേശു ക്രിസ്തു നമ്മളോട് എന്താ പറയുന്നത് അറിയാമോ? You say there are 4 months to harvest. നിങ്ങൾ പറയുന്നു ഇനിയും കൊയ്ത്തിന് 4 മാസം കൂടെ ഉണ്ട് But I am എന്ന്. telling you, my dear friends, the harvest is ripe. പക്ഷെങ്കിൽ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളോട് പറയുന്നു കൊയ്ത്തിന് വേണ്ടി വയൽ And I am ഒരുങ്ങി. sending you to reap what you have not sowed. ഞാൻ നിങ്ങൾ വിതയ്ക്കാത്തത് കൊയ്യാൻ ഞാൻ നിങ്ങളെ പറഞ്ഞു വിടുവാണ്. When we ask, oh Lord, where is the harvest? We are not seeing any harvest. നമ്മൾ പക്ഷെങ്കിൽ ദൈവത്തോട് ചോദിക്കുകയാണ്, ദൈവമേ എവിടെയാണ് കൊയ്ത്ത്? ഇനിയും കാണാൻ പറ്റുന്നില്ലല്ലോ. It's time for us to weep, my dear friends, to weep. കരയാനുള്ള നിലവിളിക്കാനുള്ള സമയമായി സഹോദരങ്ങളെ. Oh Jesus, if only I could see like you see. യേശുവേ, അങ്ങ് കാണുന്ന പോലെ ഞാനും ഒന്ന് കണ്ടായിരുന്നെങ്കിൽ. He says, while I am in the world, I am the light of the world. യേശു ക്രിസ്തു പറയുവാണ്, ഞാൻ ഈ ലോകത്തിൽ ആയിരിക്കുമ്പോൾ ഞാൻ ഈ ലോകത്തിന്റെ വെളിച്ചമായിരുന്നു. Listen to that carefully, my dear friends. നിങ്ങളത് ശ്രദ്ധിച്ചു കേൾക്കണേ. He says, why I am in the world, I am the light of the world. യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ ഈ ലോകത്തിൽ ആയിരിക്കുമ്പോൾ ഞാൻ ഈ ലോകത്തിന്റെ വെളിച്ചമാണ്. And you know what? എന്നിട്ട് അറിയാമോ, Today he is not here. ഇന്ന് യേശു ഈ ലോകത്തില് ഇല്ല. Before he left, this is what he told us. യേശു ലോകം വിട്ട് പോകുന്നതിന് മുമ്പേ നമ്മളോട് ഇങ്ങനെയാണ് പറഞ്ഞത്, You are the light of the world. നിങ്ങള് ലോകത്തിന്റെ വെളിച്ചമാണ്. Let your light shine before men. മനുഷ്യരുടെ മുന്നിൽ നിങ്ങളുടെ വെളിച്ചം പ്രകാശിക്കട്ടെ. People might see your good works ലോകം മനുഷ്യര് നിങ്ങളുടെ നന്മ പ്രവൃത്തികൾ കാണട്ടെ. and glorify God who is in heaven. സ്വർഗത്തിലുള്ള പിതാവിനെ മഹത്വപ്പെടുത്തട്ടെ. Don't have time to go on, please. അധികം നമുക്ക് സമയമില്ല. We will stop with verse 5. 5-ാമത്തെ വാക്യം വായിച്ചിട്ട് നമുക്ക് നിർത്താം. While I am in the world, I am the light of the world. ഞാൻ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. Can we ask ourselves, oh Lord, നമുക്ക് ദൈവത്തോട് നമുക്ക് ചോദിക്കാം, am I shining for you? യേശുവേ, ഞാൻ അങ്ങേക്ക് വേണ്ടി കത്തി ശോഭിക്കുന്നുണ്ടോ, വിളങ്ങുന്നുണ്ടോ? It's so easy to find fault with people around us. It's so easy to find fault with things happening, people നമ്മളുടെ around us. ചുറ്റും നടക്കുന്ന ആൾക്കാരും സാഹചര്യങ്ങളിലും ഒക്കെ നമുക്ക് കുറ്റം കണ്ടുപിടിക്കാൻ എളുപ്പമാ. But if only we realize the church is called to be salt and light. നമ്മള് സഭയെ കർത്താവ് ഉപ്പും വെളിച്ചവുമായി ഇരിക്കാനാ വിളിച്ചത് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ. What are we here for, my dear friends? What are we here for? സുഹൃത്തുക്കളെ, നമ്മൾ ഈ ലോകത്തിൽ എന്തിനാണ് ആയിരിക്കുന്നത്? എന്തിനാണ് നമ്മൾ ഇവിടെ ആയിരിക്കുന്നത്? For a man in the street, all that he cares is about himself.
റോഡിൽ കൂടി നടന്നു പോകുന്ന ഒരു വ്യക്തി, അദ്ദേഹം ചിന്തിക്കുന്ന അദ്ദേഹത്തിനെ കുറിച്ച് മാത്രമാണ്. But sad to say, sometimes the world is more caring than even the church. ദുഃഖകരമായ കാര്യം ഇതാണ്, ചില സമയത്ത് സഭയെക്കാട്ടിലും മനുഷ്യരെ കുറിച്ച് ബോധവാന്മാരായി കരുതുന്നത് ലോകത്തിലുള്ളവരാണ്. So this Easter we're going to have meetings for 2 days. ഈ ഈസ്റ്റർ സമയത്ത്, ഈ വർഷം ഈസ്റ്റർ സമയത്ത് നമുക്ക് 2 ദിവസത്തെ മീറ്റിംഗ്സ് കാണും. And the burden of our hearts is this: how can we serve the people around us? How can we serve the needy? ഞങ്ങളുടെ ഉള്ളിലുള്ള ഭാരം ഇതാണ്, നമ്മളുടെ ചുറ്റുമുള്ളവരെ നമുക്ക് എങ്ങനെ സേവിക്കാൻ, എങ്ങനെ ശുശ്രൂഷിക്കാൻ പറ്റും എന്ന്. We found a guest speaker by the name of C.B. Samuel, who's speaking from Delhi. ഡൽഹിയിൽ നിന്ന് ഒരു ദൈവദാസൻ നമ്മളുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യാനായിട്ട് ലീഡേഴ്സ് വിളിച്ചിട്ടുണ്ട്, മിസ്റ്റർ സിബി സാമുവൽ എന്ന്. Because we believe that the time is short and the night is fast approaching. സമയം ചുരുക്കമാണ്, രാത്രി വരുന്നു. But it all begins with us carrying the heart of Jesus. ഇതെല്ലാം തുടങ്ങുന്നത് നമ്മൾ യേശുവിൻ്റെ ഹൃദയത്തിലുള്ള ഭാരം വഹിച്ചുകൊണ്ട് നടക്കുമ്പോഴാണ്. We can do a lot of good to people around us. We can Do a lot of good things actually. നമ്മൾക്ക് നമ്മളുടെ ചുറ്റും ഒത്തിരി നന്മ പ്രവൃത്തികൾ ചെയ്യാൻ പറ്റും. Some of you may have a natural gift to help other people. നിങ്ങളിൽ ചിലർക്ക് ഒരു സ്വാഭാവികമായ ഒരു വരം തന്നെയാണ് മറ്റുള്ളവരെ സഹായിക്കാൻ. But that's not the important thing actually, my dear friends. പക്ഷെങ്കിൽ അതുമല്ല ഇവിടെ കാതലായ കാര്യം. Because the important thing is this. പ്രസക്തിയുള്ളത് ഇതാണ്, when we find ourselves in trouble, നമ്മൾ ഒരു പ്രശ്നത്തിന്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ, are we still an overcomer? ആ സമയത്തും നമ്മൾ അതിജീവിക്കുന്നവരാണോ? That's the difference. അതാണ് വ്യത്യസ്തത. We all can do a lot of good things. നമ്മൾക്ക് എല്ലാവർക്കും ഒത്തിരി നന്മ പ്രവർത്തികൾ ചെയ്യാം. When we have our back against the wall, പക്ഷെങ്കിൽ നമ്മൾ ഒരു മതിലിന്റെ എതിരെ വന്ന് നിൽക്കുമ്പോൾ, when there is nothing in our hands, നമ്മളുടെ കയ്യിലോ ഒന്നുമേ ഇല്ലാത്ത അവസ്ഥ, what do we do? അന്നേരം നമ്മൾ എന്ത് ചെയ്യും? So I plead with you, my dear friends. സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളോട് യാചിക്കുവാണ്. When you come to church, don't think that you are just doing something ritualistic here. നിങ്ങൾ സഭയിൽ കടന്നു വരുമ്പോൾ ചടങ്ങ് പോലെ ചില കാര്യങ്ങൾ ആചാരം പോലെ നിവർത്തിക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. When you sing these songs to God, നിങ്ങൾ ഈ പാട്ടുകൾ ദൈവത്തോട് നിങ്ങൾ പാടുമ്പോൾ don't sing half-heartedly. പകുതി മനസ്സോടെ നിങ്ങൾ പാടരുത്. Because God wants to change you, my dear friends. സുഹൃത്തുക്കളെ, ദൈവം നമ്മളെ രൂപാന്തരപ്പെടുത്താൻ As ആഗ്രഹിക്കുന്നു. you worship God with your full heart, നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ ആരാധിക്കുമ്പോൾ, as you are saying, Lord, not my will but yours be done, ദൈവമേ എന്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നടക്കട്ടെ എന്ന് പറയുമ്പോൾ, as we sing that song one more time today, ഇന്ന് നമ്മൾ ആ പാട്ട് ഒരിക്കൽ കൂടി നമ്മൾ പാടുമ്പോൾ, that song says, എൻ്റെ ഹിതമല്ല, ഇല്ലേ? അതല്ലേ പാട്ട് പാടുന്നത്, അല്ലേ? എൻ്റെ ഹിതം, എൻ്റെ ഇഷ്ടങ്ങളൊന്നും അല്ല വേണ്ട. Oh, not my will, oh Lord. if only we could mean that, my dear friends, if only we could mean that. നമ്മള് സുഹൃത്തുക്കളെ വാസ്തവമായിട്ടും അർത്ഥവത്തായിട്ട് നമ്മൾ ആ പാട്ട് പാടിയാൽ, ആർക്കും അവിടെ ശരി. Just imagine, how can we sing a song like that so easily? ഒന്ന് ചിന്തിച്ച്, ഇങ്ങനെയുള്ള ഒരു പാട്ട് ലാഘവമായിട്ട് നമുക്ക് എങ്ങനെ പാടാൻ പറ്റും? എൻ്റെ ഹിതം എങ്ങനെയാ പാട്ട്?
ഒന്നും എൻ്റെ ഇഷ്ടങ്ങൾ ഒന്നുമേ വേണ്ട. അയ്യോ, No, Lord, I do not want any of my will. ഇംഗ്ലീഷിലൊരു That's what it says. ഇംഗ്ലീഷിലൊരു ഫ്രേസ് ഉണ്ട്, ദിസ് ഇസ് എ ടോൾ ഓർഡർ. എന്ന് വെച്ചാൽ ഈ ഓർഡർ ഇച്ചിരി കട്ടിയുള്ള ഓർഡറാണ്. സാധിക്കുമെന്ന് തോന്നുന്നില്ല, എന്നാലും ശ്രമിക്കാം. I don't know if it is possible yet. Let's try. So come, let's sing that song. Let's see if നമുക്ക് it is possible. നമുക്ക് സാധിക്കാൻ പ്രയാസമാണെങ്കിലും നമുക്കൊന്ന് സാധിച്ച് നോക്കാം. നമുക്ക് it may be difficult, but let's try. Let's worship him and commit ourselves to him and say, Lord, not my will, but yours be done. എൻ്റെ ഹിതം അല്ലെ എൻ്റെ ഇഷ്ടങ്ങളൊന്നും, Not, I don't want my pleasures, my will to be done, Lord. I want your pleasures, your will You see, to be done in my life. God just wants your heart, that's all. He knows you cannot do it by yourself. ഞാൻ പറയട്ടെ, നമ്മൾക്ക് സ്വന്തമായിട്ട് ഇത് ചെയ്തെടുക്കാൻ പറ്റത്തില്ല എന്ന് ദൈവത്തിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ദൈവത്തിന് നമ്മളുടെ ഹൃദയം ആണ് ദൈവം ആഗ്രഹിക്കുന്നത്. Saying, can you at least try to sing that song? He says. അതുകൊണ്ട് ആ പാട്ട് വാസ്തവമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഒന്ന് പാടാൻ നമുക്ക് ശ്രമിക്കാമോ? That is what God is telling us today, my dear friends. അതാണ് ദൈവം ഇന്ന് നമ്മളോട് പറയുന്നത്. Because He will give us grace for everything. എല്ലാത്തിനും വേണ്ടിയ കൃപ ദൈവം നമുക്ക് തരും. Come, let's stand up and sing that song. നമുക്ക് എഴുന്നേറ്റ് നിന്ന് നമുക്ക് ആ പാട്ട് പാടാം.